ഹായ് ഫ്രണ്ട്സ്, വില്ലേജ് സ്റ്റോറീസിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെയധികം ചരിത്ര പ്രാധാന്യമുള്ള ഒരു പഴയ തറവാടാണ്. മണ്ണാർക്കാട് മൂപ്പിൽ നായരുടെ 16 കെട്ടാണ് നമ്മൾ ഈ കാണുന്നത്. ഇന്നത് ഏകദേശം നാശത്തിൻ്റെ വക്കിലാണ്. വള്ളുവക്കോനാതിരിയുടെ നിർദ്ദേശപ്രകാരം ക്രമസമാധാനവും നീതിന്യായവും നടപ്പിലാക്കുന്നതിന് വേണ്ടി ഇവിടെ വന്ന് താമസമാക്കിയതാണ് ഈ നാടുവാഴി കുടുംബം എന്ന് പറയപ്പെടുന്നു. നമുക്ക് ഈ 16 കെട്ടിൻ്റെ ഇപ്പോഴത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. മണ്ണാർക്കാട് പൂരം നടക്കുന്ന മണ്ണാർക്കാട് ഉദയർകുന്ന് അരകുറിശി ഉദയർകുന്ന് ഭഗവതി ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ 16 കെട്ട് നമുക്ക് കാണാൻ സാധിക്കുക. ഏകദേശം ക്ഷേത്രത്തിൻ്റെ പിൻഭാഗത്തായിട്ടാണ് ഇത് ഉള്ളത്. ക്ഷേത്രത്തിൻ്റെ മുമ്പിലുള്ള മൈതാനത്തിൻ്റെ ഇടതുഭാഗത്തോട് ചേർന്ന് ആണ് ഇവിടേക്കുള്ള വഴി ഉള്ളത്. അവിടുന്ന് ഏകദേശം ഒരു 100 മീറ്റർ നടന്നാൽ നമുക്കിവിടെ എത്തിച്ചേരാം. ഒരു കാലത്ത് മണ്ണാർക്കാടിൻ്റെ ഭരണസ്ഥിരാകേന്ദ്രമായിരുന്ന ഒരു തറവാടാണ് ഈ കാണുന്നത്. ഇന്നിപ്പോൾ ഓരോ ഭാഗങ്ങളൊക്കെ പൊളിഞ്ഞു വീഴാറായ ഒരവസ്ഥയിലാണ് ഇതുള്ളത്. നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ കഴിയില്ല, കാരണം അത് ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് അതിൻ്റെ പുറമേ നിന്നുള്ള കാഴ്ചകൾ മാത്രമാണ് ചിത്രീകരിക്കാൻ പറ്റിയത്. അതിൻ്റെ ഉള്ളിൽ കയറിയാൽ വളരെയധികം അപകടമൊക്കെ ഉണ്ടാവാൻ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെയായിരിക്കാം ഇവിടേക്ക് പ്രവേശനം അനുവദിക്കാത്തത് എന്നാണ് തോന്നുന്നത്. കാരണം ചെറിയ പടികൾ കയറുമ്പോഴോ ഒക്കെ ഉണ്ടാകുന്ന ചില ചെറിയ കുലുക്കം കൊണ്ട് തന്നെ ഏതെങ്കിലും ഭാഗങ്ങളൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാനും അപകടമുണ്ടാകാനും ഒക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇവിടേക്ക് ആരെയും പ്രവേശിക്കാൻ അനുവദിക്കാത്തത്. 16 കെട്ട് എന്ന് പറയുമ്പോൾ 4 നടുമുറ്റങ്ങളോട് കൂടിയ ഒരു നിർമ്മിതിയാണ്. മണ്ണുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ നിർമ്മാണമൊക്കെ നടത്തിയിരിക്കുന്നത് എന്നാണ് കാണുമ്പോൾ തോന്നുന്നത്. സിമെൻറ്റോ കുമ്മായമോ ഒന്നും ഉപയോഗിച്ചതായിട്ട് തോന്നുന്നില്ല. ചുമരൊക്കെ പൊളിഞ്ഞ ഭാഗത്തൊക്കെ മണ്ണാണ് കാണുന്നത്. ഇങ്ങനെ ചില വസ്തുക്കളൊക്കെ കാണുന്നുണ്ട്. ഇതെന്താണെന്ന് അറിയാവുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്തോ ഒരു ചന്ദനം വരയ്ക്കുന്ന എന്തോ ഒരു വസ്തുവാണെന്നാണ് കണ്ടപ്പോൾ തോന്നുന്നത്. വളരെ വിശാലമായ ഏകദേശം 40ഓളം മുറികളുള്ള ഒരു 16 കെട്ടാണ് ഇതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇങ്ങനെ ചരിത്ര പ്രാധാന്യമുള്ള കെട്ടിടങ്ങളൊക്കെ നശിച്ചു പോകുന്നത് എന്തായാലും വളരെ വിഷമമുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഇതൊക്കെ പഴയ രൂപത്തിലാക്കണമെങ്കിൽ വളരെയധികം സാമ്പത്തിക ചെലവുള്ള ഒന്നുമാണ്. ഓടുകളൊക്കെ പൊട്ടി ഏകദേശം വീഴാറായ ഒരു സാഹചര്യത്തിലാണ് ഇന്ന് ഈ തറവാട് നമുക്ക് കാണാൻ കഴിയുക. ഇനി കുറച്ച് കാലം കൂടി കഴിഞ്ഞാൽ ഇത് പൊളിച്ച് ഇവിടുന്ന് ഒഴിവാക്കുവാനോ ഒക്കെയുള്ള സാധ്യത ഉണ്ടെന്നാണ് തോന്നുന്നത്. എന്തായാലും ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ സംരക്ഷിക്കപ്പെടേണ്ടത് ഒരു അത്യാവശ്യമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടി ചെയ്യുക. ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന് കൊടുത്താൽ ഇനിയുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.